ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. സ്വർഗ്ഗം മൊത്തം യേശുവിന്റെ നാമം വാഴ്ത്തുന്നു. അപ്പൊ അതുപോലെ തന്നെ ലോകവും സകല മനുഷ്യരും ചരാചരങ്ങൾ മൊത്തം യേശുവിന്റെ നാമം വാഴ്ത്തട്ടെ. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അല്ല, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോ അടയാളങ്ങൾ അത് തന്നെയാണ് കാണിക്കുന്നത്. യേശു എത്രയും പെട്ടെന്ന് വരും എന്നുള്ളത്. ഒരു കാര്യം നമ്മൾ വിചാരിക്കുക, യേശു എത്രയും പെട്ടെന്ന് വരുമ്പോൾ അത് ഏറ്റവും വളരെ നല്ല കാര്യം അല്ലെ, നമ്മുടെ ദൈവം തിരിച്ചു വന്ന് നമ്മളെയും കൂടെ കൂട്ടുന്നുള്ളത്. അപ്പോൾ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പലരും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാത്ത ആൾക്കാർ നശിച്ചു പോകുന്ന സമയം ആയിരിക്കുന്നു ചുരുക്കം അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ വളരെയധികം ഡെലിജന്റ് ആയിട്ട് ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിൽ നിന്ന് ആൾക്കാരെ ദൈവത്തിന്റെ സൃഷ്ടിയിലോ യേശുവിലേക്ക് കൊണ്ടുവരേണ്ട സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, യേശുവിന്റെ വരവടുത്തു എന്ന് പറയുമ്പോൾ പിശാചിന്റെ സമയം കഴിയുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. യേശു വരുമ്പോഴേക്കും അവനെ എന്താ പറയുക, 1000 വർഷത്തേക്ക് പിശാചിനെ 1000 വർഷത്തേക്ക് തളയ്ക്കുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് റിലീസ് ചെയ്യും. പിന്നെ അവനെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയുന്ന സമയം അടുത്തു വരും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ പിശാച് തന്റെ സമയം കഴിഞ്ഞു തീരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. വളരെയധികം പ്രവൃത്തികൾ അവൻ ചെയ്യുകൂട്ടി തന്നെ ചെയ്യും അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചർച്ചകളിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെ നുഴച്ചു കയറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം വരുന്നു അല്ലെ. സമയം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. ദൈവത്തിന്റെ വരവിന്റെ നാളുകൾ അടുത്തിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് അവസാനത്തെ സമയമാണ്, അവസാനത്തെ കാലഘട്ടമാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ യേശുവേ, ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞങ്ങളെ കൂട്ടാനായിട്ട് കർത്താവ്, ലോർഡ് ഫാദർ, അങ്ങ് വരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് മനോഹരമായ ജീവിതമായിരിക്കും കർത്താവ്. ലോകത്തിൽ കണ്ണീരുണ്ടാകത്തില്ല, സമാധാനക്കേട് ഉണ്ടാകത്തില്ല കർത്താവ്. ലോർഡ് ഫാദർ, ഞങ്ങൾക്ക് നീതിയും ന്യായവും നടപ്പിലാക്കുന്ന ദൈവം അങ്ങ് കർത്താവ്. ഓ മാസ്റ്റർ, അങ്ങയുടെ കിങ്ഡം, റൈച്ചസ്നെസിന്റെ കിങ്ഡം, ജസ്റ്റിസിന്റെ കിങ്ഡം കർത്താവ്, ഞങ്ങൾ ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കുന്നു കർത്താവ്. ലോർഡ് ഫാദർ, ഓ ജീസസ് മാസ്റ്റർ, താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഫാദർ ഗാഡ്. അതേസമയം തന്നെ ഞങ്ങൾ അവെയറാണ് കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, പിശാച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിനെ പറ്റി കർത്താവ്. അപ്പൊ അങ്ങയുടെ വഴി കൂടെ തന്നെ നടക്കാൻ കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ അഭിഷേകം ഞങ്ങൾ ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, അങ്ങയുടെ വോയിസ് കർത്താവ് ഞങ്ങൾക്ക് വളരെയധികം കേൾക്കാൻ സാധിക്കട്ടെ. യേശു നാമത്തിൽ ചോദിക്കുന്നു പിതാവേ. പിതാവേ, അങ്ങേക്കായിട്ടും അങ്ങയുടെ മകനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നന്ദി പറയുന്നു എന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി വളരെയധികം അല്ലെ സംസാരിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ദൈവത്തിന്റെ രാജ്യത്തില് നമ്മൾ എങ്ങനെയും ദൈവത്തിന്റെ സ്വർഗത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം സ്വർഗത്തിന്റെ രാജ്യം എന്ന് ദൈവം പലപ്പോഴും എന്താ പറയുക, രണ്ട് വാക്കുകൾ ഒരുപോലെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്വർഗത്തിന്റെ രാജ്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ രാജ്യത്തില് പറ്റി ഒരുപാട് സംസാരിച്ചിരിക്കുന്ന ചാപ്റ്ററാണ് 13ാമത്തെ ചാപ്റ്റർ മത്തായിന്റെ. അപ്പോ അവത്തില് ആദ്യം 24 തൊട്ട് 30 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ 36 തൊട്ട് 43 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കുന്നു ആഗ്രഹിക്കുന്നു. അപ്പോ ഈ വാക്കുകൾ, 2 സെറ്റ് വാക്കുകളും ഒരേ ഉപമേനെ, ആദ്യത്തെ വാക്കുകൾ ഉപമയെ പറ്റി പറയുന്നു, ഒരു ഉപമ യേശു പറഞ്ഞതിനെ പറ്റി പറയുന്നു, ഉപമയെ പറയുന്നു, അതിനുശേഷം ആ ഉപമയുടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു അല്ലെ. അപ്പൊ പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായി സുവിശേഷത്തിന്റെ 13ാമത്തെ ചാപ്റ്റർ 24 തൊട്ട് 30 വരെയുള്ള വാക്കുകൾ ആദ്യവും, പിന്നെ 36 തൊട്ട് 43 വരെയുള്ളത്. ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിന് മുമ്പ് യേശു പറഞ്ഞ ഉപമ നമുക്കറിയാം, വിതയ്ക്കാൻ പോയ ആളിന്റെ ഉപമയല്ല. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ഉപമ പറയുവാണ്. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടമസ്ഥന്റെ ദാസൻ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് തന്റെ കളപ്പുരയിൽ കൂട്ടി വെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു.
ഇനി 36 തൊട്ടുള്ള വാക്കുകൾ 43 വരെ ഇങ്ങനെ പറയുന്നത്. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിക്കളയുടെ ഉപമ തെളിച്ചു പറയണം എന്ന് അപേക്ഷിച്ചു. അതിനു അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവൻ ദൂതന്മാർ, കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്തു തീച്ചൂളയിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. കളയുടെയും വീറ്റിന്റെയും ടയറിന്റെയും എന്താ പറയണേ ഒരു പാരബിൾ അല്ലെ, ഒരു ഉപമ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വയലിക്കളയുടെ ഉപമ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാവർക്കും വളരെ പരിചിതമുള്ള ഒരു ഉപമയാണ് അല്ലെ. അപ്പൊ ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം വയല് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തെയാണോ, നല്ല വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് വിതയ്ക്കുന്ന ആള് ദൈവപുത്രൻ അല്ലെ. വയൽ ഈ ലോകം, കള ദുഷ്ടന്റെ പുത്രന്മാർ, നല്ല വിത്ത് എന്ന് പറയുന്നത് വീറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഗോതമ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ അല്ലെ, കള കൊണ്ടിട്ടത് പിശാച് അല്ലെ. അപ്പൊ ദൈവം ദൂതന്മാരെ അയക്കുന്നു, കള കെട്ടുന്നു തീയിലിട്ട് കളയുന്നതിന് വേണ്ടി. ഗോതമ്പെല്ലാം ദൈവത്തിന്റെ എന്താ പറയാ ഭണ്ഡാരത്തിലേക്ക് അല്ലെ, ദൈവത്തിന്റെ കളപ്പുരയിലേക്ക് ചേർക്കുന്ന ഒരു ദിവസം വരുന്നു അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കുക, ദൈവം ഇവിടെ ലോകമാണ് വയല് എന്ന് പറയുമ്പോൾ ലോകം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലോകം എന്നുള്ളതിനെ പറ്റിയല്ല, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുന്നവരെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വിചാരിച്ചു നോക്ക്, ഒന്ന് വിചാരിക്കുക, ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല വിത്ത് വിതച്ചെടുത്തതിലേക്കാണ് കള കൊണ്ട് പിശാച് ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നല്ല വിത്ത് വിതച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചർച്ചാണെങ്കിൽ, ചർച്ച് ലോകത്തിലാണെങ്കിൽ ലോകത്തിന്റെ പാട്ടല്ല അല്ലെ. അപ്പൊ അത് നമ്മളുടെ ചർച്ചിലേക്ക്, നമ്മളുടെ ഇടയിലേക്ക്, ചർച്ച തന്നെ പറയാതിരിക്കട്ടെ, നമ്മുടെ ഇടയിലേക്ക്, ദൈവത്തിന്റെ മക്കളുടെ ഇടയിലേക്ക് വിതയ്ക്കുന്ന കളകളെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അല്ലെ. അപ്പൊ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം തനിക്ക് വേണ്ടി ആൾക്കാരെ സ്വരൂപിക്കുമ്പോൾ, തന്റെ മക്കളെ ഈ ലോകത്തില് ദൈവത്തിൻ്റെതാക്കി വളർത്തിക്കൊണ്ടുവരുമ്പോ, ദൈവം പല മനുഷ്യര് വഴി നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഇട്ടപ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, യേശുക്രിസ്തു നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോൾ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്ന സമയത്ത് എന്താ പറയുക, ദൈവം നമ്മളെല്ലാരെയും എന്താ പറയുക തന്റെ ചിറകിൻ കീഴില് ഇങ്ങനെ ആക്കി നിർത്തിയിരിക്കുകയാണ് അല്ലെ. നമ്മളാവുന്ന ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെ, ഗ്ലോബൽ ചർച്ചിലേക്ക് പിശാച് നുഴഞ്ഞു കയറി അതിൻ്റെ അകത്ത് കളകളെ സ്ഥാപിക്കുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഉപമയായിട്ട് പറയുന്നത്, യേശുക്രിസ്തു ഉപമ പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ നമുക്കറിയാം ഇതേ ചാപ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിന്റെ മർമ്മം ലോകത്തിന്റെ മുമ്പിൽ വെറുതെ തുറന്നു കാണിക്കാതെ അല്ലെ, ആവശ്യമുള്ളവർക്ക് മാത്രം അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, ദൈവത്തെ പറ്റി അറിയുന്നത്, യേശുക്രിസ്തുവിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രം ഇത് ദൈവം വചനത്തിന്റെ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ വെറുതെ എല്ലാവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ വചനം വെറുതെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മള് യേശുവിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്റ്റേജിലും വെച്ച് ദൈവം ഇങ്ങനെ ഓരോ കാര്യങ്ങള്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ വായിച്ച പോലെ ആയിരിക്കണമെന്നില്ല, വായിച്ച അതിനേക്കാളും ഡീപ്പായിട്ട് നമുക്ക് ഈ കൊല്ലം വായിക്കാൻ പറ്റും, നമ്മൾ ദൈവത്തിൽ വളരുന്നുണ്ടെങ്കിൽ അല്ലെ. ദൈവത്തിൽ വളരുമ്പോൾ ദൈവം യേശുക്രിസ്തു ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ പറയാം, ദൈവം തന്റെ വയല് അല്ലെ, യേശുക്രിസ്തു ആണ് വിതയ്ക്കുന്നത്. യേശുക്രിസ്തു ഇന്നും വിതച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു ലോകത്തുണ്ടായിരുന്ന സമയത്ത് തന്നെയല്ല വർക്ക് ചെയ്തത്, ഇന്നും ഓരോ ആൾക്കാരും വഴി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ദൈവം എന്താ പറയുക, യേശു പിതാവിന്റെ അടുത്തിരിക്കുമ്പോ യേശു അന്ന് ചെയ്തതിനേക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന, ഗ്രേറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് ഒരാൾ യേശു മാത്രമായി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ദൈവത്തിന്റെ മക്കളുണ്ട്. അപ്പൊ മക്കൾ വഴി എല്ലാം ദൈവം യേശുക്രിസ്തു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കറിയാം എന്താ പറഞ്ഞ
ജോണിന്റെ 14:12 ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു അല്ലെ പിതാവിന്റെ അടുത്തായിരിക്കുന്ന ഒരുപാട് ഗ്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീന്റെ കാര്യത്തില പറഞ്ഞത്, ക്വാളിറ്റീന്റെ കാര്യത്തിലല്ല. അല്ല, ദൈവം യേശുക്രിസ്തു ചെയ്തതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള വർക്കൊന്നും ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. കാരണം യേശുവാണ് ചെയ്തത്. ക്രിയേറ്റർ ഗോഡാണ് അന്ന് അവിടെ വർക്ക് ചെയ്തത് അല്ലെ. അപ്പൊ ക്രിയേറ്റർ ഗോഡിന്റെ ഉള്ളിലുള്ള ഹോളിസ്പിരിറ്റ് ഗോഡാണ് ഇന്ന് നമ്മുടെ ഉള്ള ഹോളിസ്പിരിറ്റ് ഗോഡ്. അപ്പൊ അന്ന് ഹോളിസ്പിരിറ്റ് ഗോഡ് ചെയ്ത അതേ ക്വാളിറ്റിയിലുള്ള വർക്ക് ചെയ്തു. പിന്നെ ക്വാണ്ടിറ്റി അല്ലെ, നമ്പർ കൂടും. കാരണം ഒരുപാട് പേര് ഉണ്ടല്ലോ, ദൈവം ഒരുപാട് പേര് വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാം ചെയ്തത് യേശുക്രിസ്തു ഉണ്ട്. അതേ ചാപ്റ്ററിന്റെ ജോണിന്റെ 14:10 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, നമ്മൾ യേശുവിന്റെ ഉള്ളിൽ വസിച്ചുകൊള്ളുന്ന പിതാവ് എന്ന് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഹോളിസ്പിരിറ്റ് ഗോഡാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ, നമ്മൾ വഴി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ തിരിച്ച് ഈ പാരബിളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുക, ദൈവരാജ്യം മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യം വന്നു. അപ്പൊ ദൈവരാജ്യം ഒരു മനുഷ്യൻ തന്റെ നല്ല നിലത്ത് വിത്ത് വിതച്ചതിനോട് സദൃശ്യമാണെന്ന് പറയുമ്പോ ഇന്നും അല്ല വിത്ത് വിതച്ചുകൊണ്ട് ഇരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം വിത്ത് വിതയ്ക്കുന്ന ഇടയിലേക്ക് മനുഷ്യർ ഉറങ്ങുമ്പോൾ തന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചോട്ട് പോകുന്നു. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളൂ. ഈ വാക്കിനെ പറ്റിയാണ് പറയുള്ളൂ. 25ാമത്തെ വാക്കിനെ പറ്റിയാണ് എനിക്കിത് സംസാരിക്കുള്ളൂ. മനുഷ്യർ ഉറങ്ങുമ്പോൾ. അപ്പൊ നമുക്കറിയാം, എന്താ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്നുള്ള ബൈബിൾ, അല്ലെങ്കിൽ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എന്നൊക്കെ വരുന്ന ട്രാൻസ്ലേഷനിലേക്ക് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് സെർവൻസിനെ പറ്റിയാണ് അല്ലെ. ആ ഉടമയുടെ അല്ലെ, ഉടമസ്ഥന്റെ ആ സ്ഥലത്തിന്റെ സെർവൻസിനെ ദാസന്മാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ മനുഷ്യർ ഉറങ്ങുമ്പോൾ തന്റെ ശത്രു ഒന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു കൊണ്ടുപോകുന്നു അല്ലെ. അപ്പൊ ഇവൻ കള വിതയ്ക്കുന്നതിന്റെ ഉദ്ദേശം അവന്റേതായിട്ടുള്ള പിശാചിന്റെ എന്താ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയും അതല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ അറിയാം, കള 39ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കള ദുഷ്ടന്റെ പുത്രന്മാരെ. അപ്പൊ അവൻ ദുഷ്ടന്റെ പുത്രന്മാരെ ദുഷ്ടൻ ഉണ്ടാക്കുന്നുണ്ട്, പിശാച് തന്റെ പുത്രന്മാരെ ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ ദുഷ്ടന്റെ പുത്രന്മാരെ നല്ല മക്കള് അല്ലെ, ദൈവത്തിന് നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരുടെ ഇടയിൽ പ്ലാന്റ് ചെയ്യുന്നുണ്ട് ദുഷ്ടൻ എന്ന് വിചാരിച്ചോളും അത് നടക്കുന്നു. അപ്പൊ നമ്മളുടെ ചർച്ചിനെ പറ്റിയാണ് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ചർച്ചിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഇടയ്ക്കും ദുഷ്ടന്റെ വ്യക്തികൾ ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ എനിക്കിത് പറയാനുള്ളത് ഈ വാക്കിനെ പറ്റിയാണ്. എന്താന്ന് വെച്ചാൽ 25ാമത്തെ വാക്ക്, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു അല്ലെ, ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചോണ്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാല് ദാസന്മാര് ഉറങ്ങിയ സമയത്ത് ദുഷ്ടൻ വന്നിട്ട് കള വിതച്ചു എന്ന് ചുരുക്കം. അപ്പം ഒരു ഒന്ന് വിചാരിച്ചു നോക്കി, ഒരു നെൽഭൂമിയുണ്ട്, നെൽകൃഷി നടത്തുന്ന സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി നടത്തുന്ന സ്ഥലമുണ്ടെങ്കിൽ, അപ്പൊ ആ മുതലാളിക്ക് ഒരു കുറെ ദാസന്മാരുണ്ടെങ്കിൽ അവര് മുതലാളി ഉറങ്ങുന്ന സമയത്ത് എന്താ പറയുക, സ്ഥലം നിലയിടം അവര് വാച്ച് ചെയ്യേണ്ടതാണ് അല്ലെ, രാത്രിയിൽ നടക്കുന്ന അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ, മലയടിവാരത്തിലൊക്കെ ഇടയിലൊക്കെ എന്താ പറയുക, ആന വരുന്നു, ആന വന്ന് കൃഷിയെല്ലാം നശിപ്പിക്കുന്നു പറയുന്നു. എലിയലും പോട്ടെ, എന്താ പറയുക, പന്നികൾ ഇറങ്ങുന്നു, കാട്ടുപന്നി ഇറങ്ങുന്നു, കാട്ടിലെ മൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു എന്നൊക്കെ പറയപ്പോ അങ്ങനെയാകുമ്പോ ഇവരെന്ത് ചെയ്യും, രാത്രി അവന്റെ കാവലിരിക്കും അല്ലെ, ഇങ്ങനെ മൃഗങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടി, കൃഷി നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഇവിടെ മനുഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാല് ദാസന്മാര് കാവലിരിക്കേണ്ട സ്ഥലത്ത് ദാസന്മാര് കടന്നുറങ്ങിയപ്പോ ശത്രു വന്നു കള വിതച്ചിട്ട് പോയി എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ആണ് എനിക്ക് പറയാനുള്ളത് അല്ലെ. അപ്പോ മനുഷ്യര് നോക്കേണ്ട സ്ഥലത്ത് അല്ലെ, ദാസന്മാർ നോക്കേണ്ട സ്ഥലത്ത് ദാസന്മാർ ഉറങ്ങിയ സമയത്താണ് ഈ കാര്യം നടന്നിരിക്കുന്നത്. ദൈവത്തിന്റെ കിങ്ഡത്തിലെ ദൈവത്തിന്റെ ദാസന്മാരായിട്ടുള്ള നമ്മള് ഉറങ്ങിപ്പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയുക, അലേർട്ട് അല്ലാതിരിക്കുമ്പോ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതിരിക്കുമ്പോ ശത്രു നമ്മളുടെ പാളയത്തിലേക്ക് വരും എന്ന് ചുരുക്കം അല്ലെ. ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം വർക്ക് നമ്മളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് ചെയ്യുക എന്നുള്ളത് അത് എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദാസന്മാര് എന്ന് എന്താ പറയാ യജമാനോട് ചോദിക്കും, നമ്മളെന്താ കളയും കൂടെ പറിച്ചെടുക്കേണ്ടത് പറയുമ്പോ വേണ്ട, അതവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം വിചാരിച്ചു നോക്ക്, ഇവിടെ കളയും
ഗോതമ്പിനെ പറ്റി വെറുതെ പറയുവാണെങ്കിൽ കള അതുപോലെ തന്നെ വളർന്നു വന്നോളും, ഗോതമ്പ് അതുപോലെ വളർന്നു വന്നോളും. അത് പിന്നെ എന്താ പറയാ കളക്ട് ചെയ്ത് അല്ലെ, ഗോതമ്പും വേറെ കൂട്ടിവെക്കാം, കള വേറെ കൂട്ടിവെക്കാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോതമ്പിന് കളയ്ക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചു നോക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കളയും ഗോതമ്പും ഇപ്പൊ കളയും കൂടെ ഭൂമിയിൽ നിന്നുള്ള അതിന്റെ ന്യൂട്രീഷനൊക്കെ വലിച്ചെടുക്കും അല്ലെ, ഭൂമിയുടെ സത്തും ഗുണങ്ങളും ഒക്കെ വലിച്ചെടുത്ത് ആ കളയും കൂടെ വളരും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഗോതമ്പിന് കിട്ടേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കളയിന്റെയും ഗോതമ്പിന്റെ അല്ല, ചെടികളുടെ കാര്യം പറയുവാണെങ്കിൽ. പക്ഷെ ഒന്ന് വിചാരിച്ചു നോക്ക്, നമ്മളുടെ ഇടയിലേക്കാണ് ഈ കളകളെ പോലെ ദുഷ്ടൻ തന്റെ മക്കളെ സൃഷ്ടിച്ച് നമ്മളെ ഇടയിലേക്ക് വിടുമ്പോ, ദൈവത്തിന്റെ മക്കളുടെ ഇടയിലേക്ക് വിടുമ്പോ, ദുഷ്ടന്റെ മക്കള് വെറുതെ വന്ന് അവിടെ കൈയും കെട്ടി ഇരിക്കാൻ വേണ്ടി വരുന്നതല്ല അല്ലെ, ദൈവത്തിന്റെ മക്കൾക്ക് പണി തരാൻ വേണ്ടി വരുന്നവരാണ് അല്ലെ. ദൈവത്തിന്റെ മക്കൾക്ക് മക്കളെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകാനുള്ള സകല പ്രവർത്തികളും ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറയുമ്പോ ഇവിടെ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഈ ഒരു വാക്കിനെ പറ്റിയാണ്. മനുഷ്യർ ഉറങ്ങിയപ്പോൾ, മനുഷ്യർ ഉറങ്ങേണ്ട സമയമല്ലേ അല്ലെ, മനുഷ്യർ ഉറങ്ങേണ്ട സമയമല്ലേ. നമ്മൾ രാത്രി കിടന്ന് ഉറക്കത്തെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. നമുക്ക് സ്പിരിച്വലി നമ്മൾ ഉറങ്ങേണ്ട സമയമല്ലത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നോക്ക്, നമുക്ക് അറിയാം കാലിഫോർണിയയിലൊക്കെ നടന്ന തീയെ പറ്റിയൊക്കെ നമുക്കറിയാം അല്ലെ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഈ കാലിഫോർണിയ തീ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം സൈൻ തരുവാണ്, ദൈവത്തിന്റെ വരവിനെ പറ്റിയുള്ള സൈൻ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവസാന കാലഘട്ടമായിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി ദൈവം നമുക്ക് സൈൻ തരുമ്പോ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുവാണ്, ഇതാ നടക്കുന്നത് അല്ലെ. ദുഷ്ടൻ അവൻ കളകളെ നമ്മുടെ ഇടയിൽ പാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമുക്ക് ഉറങ്ങാൻ സമയമില്ല. എന്തുകൊണ്ടാണ് ചർച്ചുകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, കംപ്ലീറ്റ് ആയിട്ട് ബിൽഡിംഗ് താഴെ വരുന്നെന്നുള്ള അതിനെ പറ്റിയല്ലേ പറയുന്നത്. എന്തുകൊണ്ടാണ് ചർച്ചുകളുടെ ക്വാളിറ്റി അല്ലെ, ദൈവത്തോടുള്ള ആ ഒരു ദൈവത്തിനൊപ്പമുള്ള നടപ്പും ആ ഒരു വർഷിപ്പും അല്ലെ, അതിന്റെയൊക്കെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷൻ ചർച്ചില് അവർക്കുണ്ടായിരുന്ന ഒരു സ്നേഹം, പോളിനും പീറ്ററിനും ജെയിംസും ജോണിനും ഒക്കെ ദൈവത്തോടുണ്ടായിരുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ സ്റ്റീഫനും ഉണ്ടായിരുന്ന ഒരു സ്നേഹം അല്ലെ, ആ ഒരു സ്നേഹം എന്തുകൊണ്ടാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് കാണാതിരിക്കുന്നത് അല്ലെ? കുറച്ചെങ്കിലും പേരുടെ ഇതിൽ കാണാതിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? കാരണം വെച്ചാല് ചർച്ചിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അത് ചർച്ചിലേക്ക് പലരും കയറി വരുന്നു, വിശ്വാസികളല്ല ഉള്ളത്. അന്ന് വരുന്നവരെ വിശ്വാസികളാക്കി മാറ്റാൻ നമുക്കൊട്ട് സാധിക്കുന്നില്ല. അന്ന് വിശ്വാസികളായിട്ട് ചർച്ചിലേക്ക് വരുന്നവരല്ലല്ലോ അല്ലെ. വിശ്വാസമില്ലാത്ത യേശുവിനെ വിശ്വസിക്കാതെ ചർച്ചിലേക്ക് വരുമ്പോ അത് അവരെ യേശുവിന്റെ ഇമേജിലേക്ക് മാറ്റാന് നമ്മൾ മാറ്റണം, അതല്ലേ പറയുന്നത്. അപ്പൊ വിശ്വാസം ഇല്ലാത്തവരാണല്ലോ ചർച്ചിലേക്ക് വരുന്നത്. പക്ഷെ അവര് വിശ്വാസമില്ലാത്തവരായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും അത് ചർച്ചിനെ കൂടുതൽ എന്താ പറയണേ പൊല്യൂട്ടഡ് ആക്കുകയും ചെയ്യുന്നു അല്ലെ, മലിനമാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയെ കാണുന്നത്. അപ്പൊ നമുക്കറിയാം യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ, ലേഖനത്തെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 18ഉം 19ഉം വാക്കില് യോഹന്നാൻ അല്ല ജോൺ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഇത് അന്ത്യനാഴിക ആയിരിക്കുന്നു അല്ലെ. ഇത് ഇപ്പൊ നമ്മള് യേശുവിന്റെ മരണത്തിന് ശേഷം വരുന്ന എല്ലാ കാലഘട്ടവും അന്ത്യനാഴികയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് വളരെയധികം അടുത്തിരിക്കും, യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന 18ഉം 19ഉം പറഞ്ഞിരിക്കുക, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നാം അറിഞ്ഞു. പല എതിർക്രിസ്തു, അപ്പൊ എതിർക്രിസ്തു എന്ന് ആദ്യം പറഞ്ഞ എതിർക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആന്റി ക്രൈസ്റ്റ് അല്ലെ, ക്യാപിറ്റൽ എ, ആന്റി ക്രൈസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അവന്റെ സ്പിരിറ്റ് ഉള്ള ഒരുപാട് എതിർക്രിസ്തുകൾ അല്ലെ ഈ ലോകത്തിൽ ഉണ്ടെന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കും, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർ എല്ലാവരും എതിർക്രിസ്തുകളാണ്. ഇപ്പൊ ഈ താഴെ 19ാമത്തെ വാക്കൂടെ വായിച്ചിട്ട് സംസാരിക്കുക. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല, അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാക്കേണ്ടതല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇടയിൽ നിന്നാണ് ആൾക്കാർ പോയിരിക്കുന്നത്, എതിർക്രിസ്തുകൾ പോയിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ എങ്ങനെ എതിർക്രിസ്തുകൾ കയറുന്നത്? ഒന്ന് വിചാരിച്ചു നോക്ക്. നമ്മുടെ ഇടയിൽ നിന്ന് എങ്ങനെ എതിർക്രിസ്തുകൾ ഉണ്ടാകുന്നു? ഒന്നെങ്കിൽ എതിർക്രിസ്തുകള് നമ്മുടെ ഇടയിലേക്ക് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ളവര് ദൈവത്തിലുള്ള വിശ്വാസം പോയിട്ട് അല്ലെ, ദൈവത്തിൽ ഇനി വളരാതെ ദൈവത്തിലുള്ള വിശ്വാസം പോയിട്ട് എതിർക്രിസ്തുകളായി മാറിയവർ അല്ലെ. അപ്പൊ എതിർക്രിസ്തു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനും പിതാവിനും പുത്രനും എതിരായിട്ട് നിൽക്കുന്നവര്.
പുത്രനെ സ്വീകരിക്കാതിരിക്കുന്ന ആൾക്കാർ അല്ലെ എന്ന് അവരെല്ലാം എതിർ ക്രിസ്തുകളാണ് അല്ലെ, ആന്റി ക്രൈസ്റ്റ് അല്ലെ, ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ പുത്രനെ വെറുതെ സ്വീകരിക്കാന്ന് പറയുമ്പോ സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നവർ തന്നെയല്ലല്ലോ എതിർ ക്രിസ്തു. യേശു പഠിപ്പിക്കുന്ന ഡോക്ടറിൻ, യേശുവിന്റെ വചനത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആരുണ്ടോ അവരെല്ലാവരും എതിർ ക്രിസ്തുകൾ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ വളച്ച് ഒടിച്ച് തിരിച്ച് മറിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡോക്ടറിനായിട്ട് മാറ്റുന്ന ചർച്ചകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പാസ്റ്റർമാരുണ്ടെങ്കിൽ, അങ്ങനെ പ്രീച്ചർമാരുണ്ടെങ്കിൽ അവരെല്ലാം എതിർ ക്രിസ്തുകളായിരിക്കത്തില്ലേ? അങ്ങനെ ഒരുപാട് പേരുണ്ട് ചർച്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാരായിട്ടുള്ള നമ്മളെല്ലാരും ഉറങ്ങുന്ന സമയത്താണ്, നമ്മൾ സ്പിരിച്വലി ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് റോമേക്കെഴുതിയ ലേഖനത്തിലേക്ക് 13ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 13ാമത്തെ ചാപ്റ്ററിന്റെ 11ന്റെയും 12ന്റെ ആദ്യത്തെ വാക്കുകൾ മാത്രം, ആദ്യത്തെ പാർട്ട് മാത്രം വായിക്കുന്ന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. 11ാമത്തെ വാക്കിന്റെ ആദ്യത്തെ പാട്ട പറഞ്ഞിരിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഇനി 12ാമത്തെ വാക്കിന്റെ ആദ്യത്തെ പാട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് രാത്രി കഴിവാറായ പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞു വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളു. രാത്രി കഴിയാറായി പകൽ വന്നിരിക്കുന്നു അല്ലെ. നമ്മൾക്കിനി ഉറങ്ങാൻ സമയമില്ല. ഇതേപോലെ തന്നെയാണ് എഫേസ്യ ലേഖനത്തില് 5ാമത്തെ ചാപ്റ്റർ 14 തൊട്ടുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഉറങ്ങുന്നവര് ഇനി ഉണർന്നേ പറ്റത്തുള്ളൂ. മരിച്ചു കിടക്കുന്നു നമ്മള് സ്പിരിച്വലി ഉറങ്ങുന്നവരാണ് ഉയർന്നേ പറ്റത്തുള്ളൂ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് പറയുമ്പോ നമ്മുടെ ആത്മാവ് എന്താ പറയുക, സ്പിരിച്വലി നമ്മൾ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകലത്തിലുള്ളവരാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരിക, ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലത്തിലാണെങ്കിൽ അവിടെ നിന്നൊക്കെ നമ്മൾ വരേണ്ട, അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഉറങ്ങാൻ ഇനി പറ്റത്തില്ല, നമുക്ക് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ, നമുക്ക് എന്താ പറയാ അലേർട്ട് ആയിരുന്നേ പറ്റത്തുള്ളൂ അല്ലെ, നമുക്ക് നമ്മുടെ സ്പിരിറ്റ് ഷാർപ്പനായിരിക്കുന്നേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ പിശാചിന്റെ പ്രവൃത്തികളുടെയും ശക്തി കൂടുന്ന സമയമാണ് അല്ലെ. എന്ന് വെച്ചിട്ട് പേടിച്ചോടണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവനെ എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ നടക്കേണ്ട ഒരു സമയമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 14ാമത്തെ വാക്യം എഫേസ്യ ലേഖനത്തിന്റെ 5ന്റെ 14, 16, 17 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആകയാൽ സൂക്ഷ്മതയോടെ ജ്ഞാനികളായിട്ട് അല്ലെ, അജ്ഞാനികളാകാതെ ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കുക എന്ന് പറഞ്ഞിരിക്കുക. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്നത് ഗ്രഹിച്ചു കൊള്ളുവൻ അല്ലെ. ബുദ്ധിഹീനരാകാതെ നടക്കുക അല്ലെ, അജ്ഞാനികളാകാതെ ഇരിക്കുക അല്ലെ. നമ്മൾ ജ്ഞാനമുള്ളവരായിട്ട് ബുദ്ധിയുള്ളവരായിട്ട് ദൈവത്തെ നമ്മളെപ്പറ്റി എന്താണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ അത് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ എന്താ പറയുക മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളപ്പോഴൊക്കെയാണ് പിശാച് തന്റെ വർക്കുമായിട്ട് ചർച്ചകളിലേക്കും ഓരോ കാര്യങ്ങളുമായിട്ട് അവൻ നുഴഞ്ഞു കയറിയത് അവന്റെ കളകളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ചർച്ചകളുടെ ഉള്ളിൽ അല്ലെ. അപ്പൊ എത്രമാത്രം ചർച്ചിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിച്ചു അല്ലെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചർച്ചകൾ നടക്കുക, എന്തൊക്കെ തരത്തിലുള്ള ഡോക്ടറുകളാണ് ചർച്ചിന്റെ ഉള്ളിൽ നടക്കുന്നത്. നമുക്കറിയാം റെവലേഷന്റെ അകത്തേക്ക് പോകുമ്പോൾ, വെളിപാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതില് 2-3 ചാപ്റ്ററുകൾ പറഞ്ഞിരിക്കുന്നത് 7 ചർച്ചകളെ പറ്റി. അതില് 2 ചർച്ചകൾ അല്ലെ, പെർഗമോസ് എന്നുള്ള ചർച്ചയും തയത്തീര എന്നുള്ള ചർച്ചയെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് മോശപ്പെട്ട ഡോക്ടറിനുള്ള ചർച്ചകളാണ് അല്ലെ. സെക്ഷൽ ഇമ്മോറാലിറ്റിക്ക് എന്താ പറയാ ഫോഴ്സ് ചെയ്യാതിരിക്കുക അല്ലെ, അവരെ അതിനെ അനുവദിക്കുക, അതിനെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന ചർച്ചകൾ. പിന്നെ ഐഡൽസിന് അല്ലെ, വിഗ്രഹങ്ങൾക്ക് ആരാധിച്ച ഭക്ഷണം കഴിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി എന്താ പറയാ അതിനൊക്കെ എൻകറേജ് ചെയ്ത ചർച്ചകൾ അല്ലെ. അതിൻ്റെ അകത്തുള്ള ഡോക്ടറിൻ അങ്ങനെ ചർച്ചിന്റെ ഡോക്ടറിൻ അങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന 2 ചർച്ചിനെ പറ്റിയാണെങ്കിൽ ഇന്ന് എങ്ങനെയുള്ള ചർച്ചകളാന്നുള്ള കാര്യം നമുക്കറിയാവുന്ന. പല വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ചർച്ചിന് ക്വാളിറ്റിയേ ഇല്ല.
ചർച്ചിന് ക്വാളിറ്റി അല്ല അല്ലെ. പാസ്റ്റർ തന്നെ കോൺഗ്രിഗേഷൻ മെമ്പേഴ്സുമായിട്ട് അഫയേഴ്സ് നടത്തുന്നവര്, ഗേ മാരേജ് നടത്തി കൊടുക്കുന്നത് ചർച്ചുകൾ, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇന്ന് ചർച്ചുകളിലല്ലേ. ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ആയിത്തീരുന്ന ആന്റിക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ഉള്ളവരായിരിക്കും അല്ലെ. അങ്ങനെ നമ്മൾ ആയിത്തീരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ ദൈവം ഈ 13ാമത്തെ ചാപ്റ്റർ മത്തായിന്റെ 13ലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവം പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഉപമകളെ പറ്റി. ഇപ്പൊ ഇത് കഴിയുമ്പോ വേറൊരു ഉപമ പറഞ്ഞിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ചാല് വല എറിയുന്നവരെ പറ്റി അല്ലെ. എന്താ പറയാ, വല എറിഞ്ഞിട്ട് ഈ ദൈവത്തിന്റെ കിങ്ഡത്തിലുള്ള എല്ലാത്തിനെയും കളക്ട് ചെയ്യുകയോ ചെയ്യുന്നത് അല്ലെ. എല്ലാത്തിനെയും കളക്ട് ചെയ്ത് അതിലെ നല്ലതിന് മാത്രം ദൂതന്മാര് ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് ഇടുന്നു, ബാക്കിയുള്ളതിനെ പെറുക്കി കളയുന്ന ഒരു കാഴ്ച വരുന്നു. അങ്ങനെയാകുമ്പോ ചീത്തയുള്ളതും ഒക്കെ ഉണ്ടാവുന്നതാണ് ചുരുക്കം. അപ്പൊ ഈ കള എന്ന് പറയുമ്പോ ഈ ദുഷ്ടന്റെ മക്കള് അല്ലെ, ദുഷ്ടന്റെ മക്കള് ഉണ്ടെങ്കിൽ അവര് ദൈവത്തിന്റെ മക്കളെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുമല്ലോ. അപ്പൊ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോകത്തുള്ളവര് അല്ലെ, ദുഷ്ടന്റെ മക്കൾ എന്ന് പറയുമ്പോ അവര് ദൈവത്തിന്റെ മക്കളെക്കാളും വളരെയധികം കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാര്, വളരെയധികം സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാര് അവര് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ വളരെ ഇന്നസെന്റ് ആയിട്ട്, ദൈവത്തിന്റെ മക്കൾ വളരെ ഇന്നസെന്റ് ആയിട്ട്, എന്താ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നസെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താ പറയുക, പ്രാവിനെ പോലെ ഇന്നസെന്റ്, പക്ഷെ അതേ സമയത്ത് തന്നെ സർപ്പത്തിനെ പോലെ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. കാരണം നമ്മളെ ദൈവം വിട്ടിരിക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയ്ക്കിലേക്കാണെന്ന് വിചാരിച്ചോണം അല്ലെ. ഫോക്സിന്റെ ഇടയിലേക്ക് നമ്മൾ വിട്ടിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ക്രുക്കഡായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ ദൈവം വിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ ഇടയിൽ ഒരുപാട് കളകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചു, കളകള് ചർച്ചിനെ മലിനമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ ഇപ്പോ നമ്മള് കളകളെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. കളകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഓരോ വൃക്ഷത്തെയും അതിന്റെ ഫലം കൊണ്ട് നമുക്ക് അറിയാമെന്ന് പറയുമ്പോൾ, ഈ കളകളായിട്ട് നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കാതെ ഇരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഉറക്കമാണ് അല്ലെ, നമ്മള് അലേർട്ടല്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. ആൾക്കാരെ കണ്ടു കഴിയുമ്പോ അല്ലെ, നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. ഓരോരുത്തരുടെ പ്രീച്ചിങ് കേട്ട് കഴിയുമ്പോ എന്താണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കണ്ണ് ദൈവത്തിലല്ല അല്ലെ. അവൻ പ്യുവറാണ് അല്ലെ, അവൻ ഹോളി ആയിട്ടാണ്. നമുക്കറിയാം, എന്താ പറയാ, നല്ല കറൻസി അറിയാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത്, ഈ ചീത്ത കറൻസി അല്ലെ, ഫേക്ക് ആയിട്ടുള്ള കറൻസി ഉണ്ടല്ലോ, കള്ളപ്പണം മനസ്സിലാക്കുന്ന. ഇപ്പൊ ആൾക്കാരൊക്കെ കള്ളപ്പണം എങ്ങനെയാ, ഈ ഒരു നോട്ട് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് കള്ളപ്പണമാണെന്ന് എങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാല്, നല്ല കറൻസിയെ പറ്റി, നല്ല നോട്ടിനെ പറ്റിയുള്ള അതിനെപ്പറ്റി എല്ലാം, അതിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നതിനെ പറ്റി എല്ലാം അവർക്ക് നല്ല അറിവുണ്ടായിരിക്കും അല്ലെ. അപ്പോ ഒരു റോങ് ആയിട്ടുള്ള ഒരു മോശപ്പെട്ട നോട്ട് അല്ല, മോശപ്പെട്ടെന്നല്ല, ഇത് കള്ളപ്പണം വന്നു കഴിയുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അല്ലെ. നല്ല കറൻസി പോലെ തന്നെ അല്ല ഈ കള്ളപ്പണം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും അല്ലെ. അപ്പൊ അങ്ങനെയാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തെ പറ്റി അറിയുമ്പോൾ അല്ലെ, നമ്മൾ വചനം വായിക്കുമ്പോൾ, ദൈവവുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, ദൈവം എന്തെന്നുള്ള കാര്യം നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അപ്പൊ ദൈവത്തോട് നമ്മൾ അടുത്തായിരിക്കുമ്പോൾ കള്ളമായിട്ട് വരുന്ന കാര്യം, കളകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, വിശ്വാസികളുടെ പ്രശ്നം എന്ന് വെച്ചാല്, ഇരുന്ന് വായിക്കാൻ, ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനും വർഷിപ്പ് ചെയ്യാനും സമയമില്ല എന്നൊരു പ്രശ്നത്തിൽ കൂടിയാണ് ദൈവത്തിന്റെ മക്കള് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് സമയമില്ല, നമുക്ക് ആകപ്പാടെ പ്രശ്നങ്ങളുമായിട്ട് നടക്കുമ്പോ, ടയേർഡൊക്കെ ആയിട്ട് നടക്കുമ്പോ, നമുക്ക് ഉറക്കമൊക്കെ ആയിട്ട് നടക്കുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പിരിച്വലി ഉറങ്ങിക്കഴിയുമ്പോ കളകളെ ഇടാൻ വേണ്ടി പിശാച് നടപ്പുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് അല്ലെ. അപ്പൊ നമ്മൾ വളരെയധികം അലേർട്ട് ആയിരിക്കും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് വചനത്തിൽ വേരൂന്നിയവരായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലെ. അപ്പൊ മനസ്സിലാക്കിക്കൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യേണ്ടവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ തന്നെ സാധിക്കുക തന്നെ ചെയ്യും അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കട്ടെ, ദൈവത്തിന്റെ ഒപ്പം നടക്കുന്ന വ്യക്തികളായിരിക്കും. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുമ്പോൾ ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട് ദൈവം അല്ലെ. ദൈവം നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ദൈവം
സൈലന്റ് ആയിരിക്കും കുറെ നാളെങ്കിലും അല്ലെ. നമ്മളെ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മളുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് നമ്മൾ ചാടിപ്പോകരുത്, അല്ലെ വല്ല കുഴിയിൽ നിന്ന് പഴരുത്. നമ്മുടെ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ബുദ്ധിയില്ലാത്തവരെ പോലെ ജീവിക്കരുത്. എഫെസ്യർ ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിയില്ലാത്തവരെ പോലെ ജീവിക്കരുത് അല്ലെ. ബുദ്ധിയുള്ളവരായിട്ട് ദൈവത്തിന് എന്താണ് താല്പര്യം എന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ വചനത്തിൽ ഊന്നിയുള്ള ജീവൻ ജീവിക്കാം അല്ലെ. അപ്പൊ നമുക്ക് കളകളെ മനസ്സിലാക്കാൻ സാധിക്കും. കളകളുടെ കുഴിയിൽ നമ്മൾ ചെന്ന് അവരുണ്ടാക്കുന്ന ട്രാപ്പിൽ നമ്മൾ പെട്ടുപോകത്തില്ല. ഉറങ്ങാതിരിക്കാൻ നമുക്ക് അല്ലെ, നമുക്ക് അലേർട്ടായിരിക്കും. അതിനെപ്പറ്റി എനിക്കിത് പറയാനുള്ളത്. പകുതി പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ പോലെ ദൈവമില്ല. താങ്ക് യു ജീസസ് മിസ്റ്റർ. ഞങ്ങളുടെ വചനം തന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ വചനത്തിൽ ഊന്നിയിരിക്കുന്ന ആൾക്കാരായിരിക്കട്ടെ കർത്താവ് ലോർഡ് ഫാദർ. ഓ ജീസസ് മിസ്റ്റർ, ഞങ്ങൾ വചനം ചെയ്യുന്ന പ്രവൃത്തി വചനത്തിനനുസരിച്ച് പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കട്ടെ കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് അലേർട്ടായിരിക്കാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഒരുപാട് കളകളുണ്ട് ഞങ്ങളുടെ ഇടയിൽ കർത്താവ്. പക്ഷേ കർത്താവേ, ഞങ്ങൾ അവരെയൊക്കെ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. അവരുടെ ട്രാപ്പിലായി പോകാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന യേശുവിൻ നാമത്തിൽ കർത്താവേ. താങ്ക് യു ജീസസ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ. എന്നെ കേട്ട ദൈവത്തിനകത്ത് മാത്രം.